ഏതൻസ് തെരുവീതിയിലൂടെ ഒരാൾ തിരക്കിട്ട് ഉച്ച സമയത്ത് ഒരു ചൂട്ടുമായി ഓടുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. ആളുകൾ അത്ഭുതപ്പെട്ടു. നട്ടുച്ച സമയത്ത് ചൂട്ട് കത്തിച്ചുകൊണ്ട് എന്തിനാണൊരു യാത്ര? ആ സഹോദരൻ ആരാണെന്ന് എല്ലാവരും നോക്കി. അദ്ദേഹം ഒരു ചിന്തകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മനഃപൂർവ്വമാണ് ഈ ഉച്ച സമയത്ത് ചൂട്ട് കത്തിച്ചത്. എന്തിന്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു മനുഷ്യനെ നോക്കിയിട്ട് എവിടെയും കാണാത്തത് കൊണ്ട് ഞാൻ ചൂട്ട് കത്തിച്ച് തിരയുകയാണ്. ഈ ഒരു കഥയാണ് പുതിയ കാലത്ത് ഓർമ്മയിൽ വരുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിലകൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളം വിദ്യാഭ്യാസം കൊണ്ട് വളരെ മുമ്പിലാണ്. സാക്ഷരതയിൽ ഏറ്റവും മുന്നിലാണ്. സ്കൂളുകളും കോളേജുകളും പാഠശാലകളും പ്രസിദ്ധീകരണങ്ങളും ലൈബ്രറികളും അങ്ങനെ 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 സാംസ്കാരികമായി ഒരു നാടിന് എന്തൊക്കെ വേണോ അതെല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളം പോലും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുട്ടിലേക്കാണോ എന്ന് തോന്നിപ്പോവുകയാണ്. എല്ലാവരും അവരവരുടെ തട്ടകങ്ങൾ വലുതാക്കാനുള്ള തത്രപ്പാടിൽ മറ്റുള്ളവരെ കാണാൻ മറക്കുകയാണ്. എല്ലാവർക്കും സ്വന്തം കാര്യങ്ങൾ വിജയിപ്പിക്കാനുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് അവരെ നശിപ്പിച്ചുകൊണ്ടുള്ള യാത്രകളും ചിന്തകളും ആണ് കൂടുതൽ കാണുന്നത്. അത് സംബന്ധമായി ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത്. നമ്മുടെ നാട് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഇവിടെ സമാധാനമുണ്ടാകുമോ? എന്തിനാണ് നമുക്ക് സ്ഥാപനങ്ങളും പത്രങ്ങളും ചാനലുകളും എല്ലാം ഇവിടെ പ്രവർത്തിക്കേണ്ടത്? മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? പക്ഷേ മനുഷ്യർക്ക് ഉപദ്രവകരമായി തീരുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും എഴുത്തുകളും എല്ലാം ഇവിടെ നിറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ഒരേ ഒരു വഴി വാക്കുകളല്ല, പ്രസ്താവനകളല്ല, ലേഖനങ്ങളല്ല. അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വേണ്ടത് മനുഷ്യർക്കിടയിൽ സമാധാനവും ശാന്തിയും രക്ഷാപ്രവർത്തനങ്ങളും ജ്വലിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ്. അത് അയൽവാസിയായ മറ്റൊരു മതക്കാരനോട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് യാദൃച്ഛികമായി വന്നെത്തിയ മറ്റൊരു പാർട്ടിയിലെ സുഹൃത്തിനോട്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ നിലപാടുകളോട് വെറുപ്പുള്ള മറ്റൊരു വ്യക്തിയോട്, അവിടെയെല്ലാമാണ് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു പെരുമാറ്റം രൂപപ്പെട്ടു വരേണ്ടത്. മനുഷ്യ സ്നേഹത്തിൻ്റെ പറ്റുള്ള കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ചാരിറ്റിയിലൂടെ കഴിയും, അതുപോലെ സേവനത്തിലൂടെ കഴിയും, സ്വഭാവത്തിലൂടെ കഴിയും, മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ സാധിക്കും. അത് പേര് കിട്ടാൻ വേണ്ടിയല്ല. വലിയ ആളുകൾ ചെയ്യുന്ന സേവനങ്ങൾ അത് വളരെ പെട്ടെന്ന് അത് ഫേമസായി മാറുകയും പ്രചരിക്കുകയും ചെയ്യും. അത് നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. നമ്മൾ ആഗ്രഹിക്കാതെ ആരെങ്കിലും അത് ന്യൂസാക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദികളല്ല. നന്മകൾ പ്രചരിക്കുന്നത് എപ്പോഴും സമൂഹത്തിന് നല്ലതാണ്.